بسم الله الرحمن الرحيم والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. സത്യവിശ്വാസികളെ വിശ്വാസിനികൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ബന്ധം ചേർക്കുന്നതിനെ സംബന്ധിച്ചു വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വൈവാഹിക ബന്ധങ്ങളിൽ നാം പാലിക്കേണ്ട ഗൗരവതരമായ സംഗതികളെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിശുദ്ധമാക്കിയ ഒരു കർമ്മമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. നിക്കാഹ് എന്ന പരിപാവനമായ കർമ്മം അല്ലാഹു നടപ്പിലാക്കിയ കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒട്ടനവധി ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വൈവാഹിക ജീവിതത്തെ ഒരു നിയമമാക്കിയിട്ടുള്ളത്. ധാരാളം ലക്ഷ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതിൽ സുപ്രധാനമായി നാം മനസ്സിലാക്കേണ്ട രണ്ട് ലക്ഷ്യങ്ങളെ കുറിച്ച് ഇന്ന് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് മനുഷ്യകുലത്തിന്റെ വംശവർദ്ധനവിനും പുതിയ പുതിയ തലമുറയെ നിലനിർത്തി കൊണ്ടുപോകുവാനുമുള്ള ഒരു പ്രക്രിയ, പ്രത്യുൽപാദന പ്രക്രിയ എന്ന നിലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വൈവാഹിക ജീവിതത്തെ നമുക്ക് നിയമമാക്കി തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ ഫജഅലഹു നസബൻ വസിഹ്റാ വകാന റബ്ബുക ഖദീറാ. ഹുവല്ലദീ അല്ലാഹുവാകുന്നു മനുഷ്യനെ വെള്ളത്തുള്ളിയിൽ നിന്നും സൃഷ്ടിച്ചത് അല്ലാഹുവാകുന്നു. എന്നിട്ട് ഫജഅലഹു നസബൻ വസിഹ്റാ, അല്ലാഹു മനുഷ്യനെ വംശവർദ്ധനവും അതുപോലെ തന്നെ വസിഹ്റാ കുടുംബ ബന്ധവും നിശ്ചയിച്ചു നൽകി. വകാന റബ്ബുക ഖദീറാ, അല്ലാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ കുടുംബ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം എന്താണ്? മനുഷ്യന്റെ വംശവർദ്ധനവും മനുഷ്യന്റെ സാമൂഹികവും രക്തബന്ധവും ഒക്കെ എഴുതിച്ചേർന്നുകൊണ്ട് ഒറ്റപ്പെട്ടു പോകാതെ സമാധാനപരമായി ദുനിയാവിൽ ജീവിച്ച് മുന്നോട്ട് പോവുക എന്നതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെ ഒരു പ്രധാനമായ കർമ്മമാക്കി നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വജു, നിങ്ങൾ വിവാഹം കഴിക്കുക, അൽ വദൂദ അൽ വലൂദ. വദൂദ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹമുള്ള ഇണകളെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ അൽ വലൂദ, ഏറ്റവും കൂടുതൽ പ്രസവിക്കുവാൻ ആരോഗ്യമുള്ള സ്ത്രീകളെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫൈനി മുഖാസിർ ബിക്കുമുൽ ഉമം, തീർച്ചയായും വംശവർദ്ധനവിന്റെ കാര്യത്തിൽ നിങ്ങളെ കുറിച്ചോർത്ത് പരലോകത്ത് ഞാൻ അഭിമാനിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ധാരാളം മക്കൾ ഉണ്ടാവുക എന്നത്, ധാരാളം മക്കൾ ഉണ്ടാകാൻ കഴിവുറ്റ ആരോഗ്യമുള്ള ഇണകളെ കണ്ടെത്തുക എന്നത് വിശ്വാസികളുടെ കടമയായി മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിലൂടെ ഉദ്ദേശിക്കുന്നത് ധാരാളം മക്കളുണ്ടായി ആ
മക്കളിലൂടെ ആദർശബോധമുള്ള ഒരു തലമുറ വളർന്നു വരുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ചുകൊണ്ടുള്ള ഇസ്ലാമിയത്തുള്ള ഒരു തലമുറ ഈ ദുനിയാവിൽ എപ്പോഴും നിലനിൽക്കുക എന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരോഗ്യമുള്ള കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ ഇടകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം 1798 പോപ്പുലേഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി റോബർട്ട് മാൽത്തൂസ് എന്ന് പറയുന്ന ഒരു പോപ്പുലേഷൻ തിയറിയുടെ പ്രജ്ഞാതാവായ വ്യക്തി അദ്ദേഹം കണ്ടെത്തി മനുഷ്യകുലം ജിയോമെട്രിക്കൽ രീതിയിൽ വളർന്നു കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി മനുഷ്യന്റെ വർധനമുണ്ടാകുമ്പോൾ മനുഷ്യന് ഭക്ഷ്യലഭ്യത കുറവുണ്ടാവുകയും അങ്ങനെ ഭൂമിയിൽ വലിയ പട്ടിണി ഉണ്ടാകും എന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. അങ്ങനെ ചില സർക്കാരുകളും ചില സാമൂഹിക മുന്നേറ്റത്തിന്റെ ആളുകളുമൊക്കെ കുടുംബാസൂത്രണം എന്നൊരു സംവിധാനം ഉണ്ടാക്കുകയും അങ്ങനെ മക്കൾ ഉണ്ടാകാത്ത അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരു മകൾ എന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ശാസ്ത്രീയ പുരോഗതിയിലൂടെ മനുഷ്യൻ പുതിയ പുതിയ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയപ്പോൾ, ഡെലീഷ്യസായ പുതിയ പുതിയ ഭക്ഷണ വൈവിധ്യങ്ങൾ കണ്ടെത്തിയപ്പോൾ ഈ മാൽത്തൂസിന്റെ പോപ്പുലേഷൻ തിയറി ചവറ്റുകൊട്ടയിലേക്ക് മനുഷ്യകുലം തന്നെ വലിച്ചെറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭൗതികമായ ലഭ്യതക്കുറവ്, ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ് അല്ലെങ്കിൽ ഒരുപാട് ചെലവ് വർദ്ധിക്കുമെന്ന് കരുതിയിട്ട് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന സ്വഭാവം ഇന്നത്തെ തലമുറയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പേടിക്കുകയാണ് ഭാവിയിൽ എന്ത് ചെയ്യും, ഒരുപാട് കുട്ടികളായ അവർക്ക് ചെലവിന് കൊടുക്കൽ വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന് ചിന്തിക്കുന്ന തലമുറ. ആരാണ് ചിന്തിക്കുന്നത്? നമ്മളൊരു കടയിൽ പോയി ഒരു ഫ്രിഡ്ജ് വാങ്ങിയാൽ, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ നമുക്ക് 1 വർഷം വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ കിട്ടും. ഈ ഫ്രിഡ്ജിന്റെയോ വാഷിംഗ് മെഷീന്റെയോ ഗ്യാരണ്ടി പോലും നമുക്കില്ല. എപ്പോഴാണ് മരണപ്പെടുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഒരു ഗ്യാരണ്ടിയും ജീവിതത്തിലില്ലാത്ത മനുഷ്യൻ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചോർത്ത് ഭയപ്പെട്ടുകൊണ്ട് സന്താന നിയന്ത്രണത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, അഖ്ബർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നെ അറിയിച്ചാലും വൻപാപങ്ങളിൽപ്പെട്ടത് ഏതൊക്കെയാണ്, വലിയ പാപങ്ങൾ ഏതൊക്കെയാണ് എന്ന് എന്നെ അറിയിച്ചാലും എന്ന് അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമതായ അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ് വലിയ പാപം. രണ്ടാമതായി നിന്റെ അരികിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞിനെ, ആ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചോർത്ത് പേടിച്ചുകൊണ്ട് കൊന്നുകളയുക എന്നതാണ് രണ്ടാമത്തെ പാപം. മൂന്നാമത്തത് നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞൊരു കാര്യം എന്താ? നിന്റെ അരികിലിരുന്ന് നിന്റെ കുട്ടി ഭക്ഷണം കഴിക്കുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട്, പട്ടിണിയെ ഭയപ്പെട്ടുകൊണ്ട് മക്കളെ കൊല്ലുക എന്നതാണ് വലിയ പാപമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വ ഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. എന്താണ് അല്ലാഹു പറഞ്ഞത്? ലാ തഖ്തുലൂ ഔലാദകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. ഖശിയത ഇംലാഖ്, പട്ടിണിയെ ഭയപ്പെട്ടുകൊണ്ട്. നാളെ അവർക്ക് ചെലവിന് കൊടുക്കേണ്ടി വരുമല്ലോ, ഇവരുടെ ചെലവിന്റെ കാര്യം ഓർത്ത് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മക്കളെ കൊന്നുകളയരുത്. നഹ്നു നർസുഖുഹും വ ഇയ്യാകും, നിങ്ങൾക്കും അവർക്കും നാമാണ് ഭക്ഷണം നൽകുന്നത്. അല്ലാഹു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നാമാണ് ഭക്ഷണം നൽകുന്നത്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം നൽകുന്നത്. അല്ല, അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത്. നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ മക്കൾക്ക് ആരാണ് ഭക്ഷണം നൽകുന്നത്? അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത്. മറ്റു പലരിലൂടെയും അല്ലാഹു അത് നടത്തിക്കും. ആ ഒരു ബോധം, ആ ഒരു ചിന്ത, ആ ഒരു ഈമാനികമായ ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല. വാകേറിയ
പടച്ചവൻ ഭക്ഷണവും കൊടുക്കും. എവിടെയാണ് എങ്ങനെയാണ് നമ്മുടെ റിസ്ക് ഇരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് റിസ്കിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, തീർച്ചയായും അവരെ കൊല്ലുക എന്നത് ഏറ്റവും വലിയ പാപമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപമാന ഭാരത്താൽ പട്ടിണി മൂലമൊക്കെ എന്താണ് കുട്ടികളെ കൊന്നുകളയുന്ന ഒരു തലമുറ പണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഇന്ന് ആധുനിക ലോകത്ത് ഭാര്യയുടെ എന്താണ് ഗർഭാശയത്തിലുള്ളത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ട് കൊന്നുകളയുന്ന, ആ ഭ്രൂണത്തെ നശിപ്പിക്കുന്ന അബോർഷൻ മെത്തേഡൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. അതുപോലെ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ തന്നെ ഒന്നിൽ ഒതുക്കാൻ വേണ്ടി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കുക, ഇസ്ലാം ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? ഒരു വലിയ സംഘം ആളുകൾ, ഒരു വലിയ വിഭാഗം ആളുകൾ എന്റെ തലമുറയായി വരുന്നതിനെ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ഈ ഭാര്യക്കോ ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുകയാണ് ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കാനുള്ള ആരോഗ്യപരമായ പ്രശ്നമുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു സബബായി കണ്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. എന്നല്ലാതെ മനഃപൂർവ്വം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു കുട്ടിയായി, രണ്ട് കുട്ടിയായി, മൂന്നാമതൊന്ന് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു രീതി ഇന്ന് സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് കുടുംബ ജീവിതത്തിന്റെ, വൈവാഹിക ജീവിതത്തിന്റെ ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നമുക്ക് ഗസയിലെയും ഫലസ്തീനിലെയും സംഭവങ്ങൾ കാണാം. നിങ്ങൾ നോക്കൂ, അവിടെയുള്ള ആളുകൾക്ക് നേരെ ചൊവ്വന് കിടക്കാൻ പോലും സ്ഥലമില്ല. അവരിപ്പോ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ വിശന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരാളും ആത്മഹത്യ ചെയ്തതായി നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഗസയിൽ ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ ആത്മഹത്യ ചെയ്തു, ഒരു കുടുംബിനി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അത്ര കഷ്ടപ്പാടിലാണ് അവർ ജീവിക്കുന്നത്. എന്നിട്ടും എന്താണ്, അതിനെ തരണം ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു ഒരു വഴി നമുക്ക് കണ്ടുവച്ചിട്ടുണ്ട്. ആ ഒരു ഈമാനോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് കുടുംബ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യങ്ങളിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്താണ്? മനുഷ്യകുലത്തിന്റെ വംശവർദ്ധനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്താണ്? സദാചാരബോധം നിലനിർത്തുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ, അവയുടെ ഉപയോഗത്തെ കുറിച്ച് നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകിയാൽ സ്വർഗ്ഗം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം. മൻ അദ്മനു ലി മാ ബൈന ലിഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന. രണ്ട് കാര്യങ്ങളെ കുറിച്ച് ആരെനിക്ക് ഉറപ്പ് നൽകുന്നുവോ അവന് സ്വർഗ്ഗം ഞാൻ ഉറപ്പ് നൽകാം. മാ ബൈന റിജ്ലൈഹി, അതുപോലെ വമാ ബൈന ലിഹിയൈഹി, താടിയെല്ലിന്റെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെ സംബന്ധിച്ച് അത് നല്ലതിനെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പ് നൽകുക. രണ്ടാമത് രണ്ട് കാലുകൾക്കിടയിലുള്ള മുഹ്യാവയവം അത് ഹലാലായ മാർഗത്തിൽ നിക്കാഹ് എന്ന വിശിഷ്ടമായ കരാറിലൂടെ നിർമ്മിതമാക്കപ്പെട്ട ഇടയിലെ അടുക്കലല്ലാതെ ആ കാമപൂർത്തീകരണത്തിൽ ചെല്ലുകയില്ല എന്ന കാര്യത്തിന് എനിക്ക് ഉറപ്പ് നൽകിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം ഉറപ്പ് നൽകാമെന്നാണ്. അപ്പൊ സദാചാര ബോധം നിലനിർത്തുക എന്നത് വൈവാഹിക ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാണ്. എന്താണ് ഈ സദാചാര ബോധം? യുവാക്കളുടെ സമൂഹത്തെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ. നിങ്ങൾക്ക് വിവാഹ പ്രായം എത്തിക്കഴിഞ്ഞാൽ, നിങ്ങൾ വിവാഹം കഴിക്കുക. ആ വിവാഹം കഴിക്കുന്നതിന്റെ നേട്ടമായി പറഞ്ഞത് എന്താണ്? അഅദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്. നിങ്ങളുടെ മുഹ്യാവയവത്തിന്റെ സുരക്ഷിതത്വമാണത്. അതിലൂടെ നാം നേടിയെടുക്കുന്ന സുരക്ഷിതത്വം എന്താ? സ്വസ്ഥമായ ഒരു ജീവിതം, ആരോഗ്യകരമായ ഒരു ജീവിതം, മനസ്സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അല്ലാഹു വിശ്വാസികളെ കുറിച്ച് സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കഭാഗത്ത് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത ആയത്ത്, ഈ ആയത്തുകളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, മൻ അഖാമഹുന്ന, എനിക്ക് മുൻസിലത്ത് അലൈയ അശ്റ ആയാത്ത്, 10 ആയത്തുകൾ എന്റെ മേൽ ഇറക്കപ്പെട്ടു. മൻ അഖാമഹുന്ന ദഖലൽ ജന്ന, ആ ആയത്തുകൾ
ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാം. ഏതൊക്കെയാണ് ആയത്ത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ മുഅ്മിനൂനിലെ 10 ആയത്തുകൾ അത് പാലിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാം. അതിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ആമുഖമായി നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചത്. എന്താണ്? വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവരവരുടെ മുഹ്യാവയവത്തെ കുറിച്ച് സൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കും. മോശമായ കാര്യത്തിന് വേണ്ടി അവർ പോവുകയില്ല. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. ഇല്ലാ അലാ അസ്വാജിഹിം, അവർ അവരുടെ ഇണകളുടെ അടുക്കൽ മാത്രമേ ചെല്ലുകയുള്ളൂ. അതുപോലെ അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അവർക്ക് ഉള്ള അടിമ സ്ത്രീകളുടെ അടുക്കൽ മാത്രമേ അവർ ചെല്ലുകയുള്ളൂ. അത് നമുക്ക് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നിലധികം ഇണകളോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകളോട് അടുക്കൽ പോകുന്ന ആളുകളുണ്ട്. വ്യഭിചരിക്കാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. വ്യഭിചാരത്തിന് വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, വളർന്നു വരുന്ന തലമുറ വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു പഠനത്തിൽ പറയുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് വ്യാപകമായിട്ടുള്ളത് കൊച്ചി നഗരത്തിലാണ് എന്നാണ്. ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇതിനു മുമ്പ് തൃശ്ശൂർ ഗുരുവായൂർ എന്ന പ്രദേശത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ കൊച്ചി നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ളത് എന്നാണ്. അല്ലാഹു പറഞ്ഞു, ആരെങ്കിലും ഈ നിർണിതമാക്കപ്പെട്ട നിക്കാഹ് എന്ന ബലിഷ്ഠമായ കരാറുകൾ നിർണയിക്കപ്പെട്ട ഇണകളുടെ അടുക്കലല്ലാതെ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത്തരക്കാരാണ് ഖേദിക്കേണ്ടി വരിക. അത്തരക്കാരാണ് ഖേദിക്കേണ്ടി വരിക. എത്തരക്കാർ ഈ അനിയന്ത്രിതമായി അവിഹിതമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ. ഇന്ന് അങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ലോകത്ത് ആദ്യമായി എയ്ഡ്സ് രോഗം കണ്ടെത്തിയത് ആരിലാണ്? 1983 അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ സൗവർഗാനുരാഗികളായ 2 ചെറുപ്പക്കാരുടെ ഇടയിലാണ് എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം ആദ്യമായി കണ്ടെത്തിയത്. അക്യൂട്ട് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം എങ്ങനെയാണ് പകരുന്നത്? എയ്ഡ്സ് രോഗിയുടെ അടുക്കൽ പോയിരുന്നതുകൊണ്ട് രോഗം പകരില്ല. എയ്ഡ്സ് രോഗിയുടെ കയ്യിൽ പിടിച്ചതുകൊണ്ട് രോഗം പകരുകയില്ല. എയ്ഡ്സ് രോഗിക്ക് എന്താണ് ഹസ്തദാനം കൊടുത്തു എന്ന് കരുതിയിട്ട് രോഗം പകരുകയില്ല. മറിച്ച് മനുഷ്യന്റെ ശരീരത്തിലുള്ള ദ്രാവകങ്ങളിൽ നിന്നാണ് എയ്ഡ്സ് രോഗം പകരുക. ഒന്ന് ബ്ലഡിൽ നിന്ന് പകരും, 2 സമനിൽ നിന്ന് പകരും, മറ്റൊന്ന് വജൈനൽ ഫ്ലൂയിഡിൽ നിന്നും രോഗം പകരും. അതുപോലെ എയ്ഡ്സ് രോഗിയെ കുത്തിവെച്ച സൂചി കൊണ്ട് നമ്മളെ കുത്തിയാൽ എയ്ഡ്സ് രോഗം പകരും. അതുപോലെ ഗർഭിണിയായ എയ്ഡ്സ് രോഗികളിൽ നിന്നും അവരുടെ കുട്ടികൾക്ക് എയ്ഡ്സ് രോഗം പകരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? അനിയന്ത്രിതമായ ഒരു കാര്യത്തിലേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവനാണ് ഈ രോഗം പിടിപെടുക. ശാസ്ത്രം പോലും ഇന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള യാതൊരുവിധ തരത്തിലുമുള്ള അവസ്ഥ കൊണ്ട് എയ്ഡ്സ് രോഗം പകരില്ല. ഈ അനാവശ്യമായ പരിപാടിക്ക് പോയാൽ മാത്രമേ എയ്ഡ്സ് രോഗം ഒരു മനുഷ്യനിലേക്ക് പകരുകയുള്ളൂ. വളരെ ഗൗരവതരമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വ്യഭിചാരം എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരിലേക്ക് എന്താണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇസ്ലാം സദാചാരബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് വൈവാഹിക ജീവിതത്തെ നിയമമാക്കിയിട്ടുള്ളത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇന്ന് വളർന്നു വരുന്ന തലമുറയിൽ കടന്നുകൂടിയിട്ടുള്ള ഒട്ടനവധി ദുഷിച്ച ചിന്തകൾ നമ്മൾ മനസ്സിലാക്കണം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒരിടത്ത് തനിച്ചായി കഴിഞ്ഞാൽ മൂന്നാമനായി എന്താണ് അവന്റെ കൂടെ ശൈത്താൻ പിശാചുണ്ടായിരിക്കുമെന്നാണ്. ഈ പിശാചവരുടെ മനസ്സിൽ എന്താണ്? ദുർബോധനങ്ങൾ ഇട്ടുകൊടുക്കും. കോളേജിൽ പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും എന്താണ് ബെസ്റ്റി സമ്പ്രദായത്തിന്റെ പിറകെ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
കൂട്ടുകാർ ചോദിച്ചാൽ, വീട്ടുകാർ ചോദിച്ചാൽ അവന്റെ ബെസ്റ്റിയാണ്, അവളെന്റെ ബെസ്റ്റിയാണ് എന്ന് പറയും. ഞാനിതിപ്പോ ഈ ഖുത്ബയില് പറയണ എന്തിനാണെന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല കുട്ടികൾക്കും, പല ആളുകൾക്കും, പല രക്ഷിതാക്കൾക്കും ഇതിന്റെ ഇസ്ലാമികമായ മാനം എന്താണെന്ന് അറിയില്ല. നിങ്ങൾ നോക്കൂ, വ്യഭിചാരം ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നൂറിൽ നീ സത്യവിശ്വാസികളോട് പറയുക, നിങ്ങളുടെ നോട്ടത്തെ നിങ്ങൾ താഴ്ത്തുക, നിങ്ങളുടെ മുഖ്യാവയവത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സംസ്കാരത്തിൽ നല്ലത്. അതുപോലെ തൊട്ടടുത്തായതിൽ വീണ്ടും അല്ലാഹു പറയുന്നു, വിശ്വാസികളായ പെണ്ണുങ്ങളോട് നീ പറയുക, നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തുക, നിങ്ങളുടെ അഴകിൽ നിങ്ങൾ വെളിവാക്കാതിരിക്കുക. ഈ വചനം നമ്മൾ പഠിക്കണം. ഇതിന്റെ വിശദീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാം, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഭാര്യമാരായ സൈനബയുടെയും മൈമൂനയുടെയും കൂടെ വീട്ടിലിരിക്കുമ്പോൾ അന്ധനായി ഉമ്മി മക്തൂം അവിടെ കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബയോടും മൈമൂനയോടും വീടിന്റെ അകത്തേക്ക് പോകാൻ പറയുകയാണ്. ഇവർ രണ്ടുപേരും പ്രവാചകനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അദ്ദേഹത്തിന് കാഴ്ചയില്ലല്ലോ, അദ്ദേഹത്തിന് കണ്ണറിയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞെന്താണ്, നിങ്ങൾക്ക് കാഴ്ചയില്ലേ, നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാമല്ലോ എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഇന്ന് കാറ്റിൽ പറത്തിയിരിക്കല് നമ്മുടെ തലമുറ. ഒരു വിവാഹത്തിന്റെ വേളയിലോ വീട്ടിലൊരു ചടങ്ങ് നടക്കുന്നതിന്റെ പേരിലോ അല്ലാതെയോ ഒക്കെ എന്താണ്, അന്യ പുരുഷന്മാരും അന്യ ആളുകളുമായ കൂട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ഏത് വീടിന്റെ ഏത് അകത്തളങ്ങളിലും പ്രവേശിക്കാനുള്ള അനുവാദം ഇന്ന് കുടുംബങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ആരെയും വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ കയറ്റാനുള്ള ലൈസൻസ് വീട്ടുകാർ കൊടുത്തിരിക്കുക. ഇസ്ലാമിക സദാചാര ബോധത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുകയാണ്. അപ്പൊ വൈവാഹിക ജീവിതമൊക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്, സദാചാര ബോധം നിലനിൽക്കാൻ വേണ്ടിയിട്ട്, മോശമായ സംസ്കാരത്തിന് പിന്നാലെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കൂ, 2008 അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഒരു പുസ്തകം ഫാദർലെസ് ഇൻ അമേരിക്ക എന്ന് പറയുന്ന പുസ്തകമാണ്. തന്തയില്ലാത്ത അമേരിക്ക. എന്തുകൊണ്ടാണ്? ഇതേ സംസ്കാരം ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റെടുത്തിരിക്കുന്ന ഈ സംസ്കാരം അമേരിക്കയിൽ അവർ നടപ്പാക്കി. കാരണം എന്താണ്? വീട്ടിലേക്ക് കൗമാരക്കാരനായ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വന്നാൽ അമ്മയും അച്ഛൻ ചോദിക്കും, നിനക്ക് ബെസ്റ്റിയില്ലേ, നിനക്ക് കാമുകനില്ലേ, ബോയ് ഫ്രണ്ടില്ലേ, ഗേൾ ഫ്രണ്ടില്ലേ എന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരു കുട്ടി എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഉടനെ അവനെ മനഃശാസ്ത്രത്തിന്റെ അടുത്ത് കൊണ്ടുപോകും. എന്റെ മോനെന്തോ കുഴപ്പമുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അവളെ വേഗം ഒരു മനഃശാസ്ത്രത്തിന്റെ അടുത്ത് കൊണ്ടുപോകും. എന്റെ മോനെന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ ഈ ചീഞ്ഞതിന്റെ സംസ്കാരം അവർ ഏറ്റെടുക്കുകയും തന്തയില്ലാത്ത, തന്തയാരെന്നറിയാത്ത, തള്ളയാരെന്നറിയാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ തെരുവിൽ ജനിച്ചു വീണു. ഈ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം അമേരിക്കയിൽ ഒരു വലിയ പ്രശ്നമായി മാറി. അതിനെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകമാണ് തന്തയില്ലാത്ത അമേരിക്ക എന്ന് പറയുന്ന പുസ്തകം. ഇന്ന് അമേരിക്കയിലേക്ക് ആ സംസ്കാരം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വലിച്ചെറിഞ്ഞ ഈ സദാചാരബോധമില്ലാത്ത അധാർമികമായ സംസ്കാരം ഇന്ന് നമ്മുടെ തലമുറ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഞാൻ കണ്ട ഒരു വീഡിയോ, എന്താണ്, ഇച്ചറിയില്ലാത്ത 3-4 വയസ്സായ ഒരു പെൺകുട്ടിയെ വലിയ ചക്കയും കുപ്പയോ എഴുതിച്ചിട്ട് കുറെ സ്വർണ്ണമൊക്കെ കഴുത്തിലിട്ടിട്ടതാണ് പാട്ടൊക്കെ വെച്ചിട്ട് വലിയ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് കാതുകുത്ത് കല്യാണം, എന്നിട്ട് വലിയ പാട്ടൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്യാം. എന്താ നമ്മുടെ സമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു? ഇങ്ങനെ ചീഞ്ഞതിന്റെ സംസ്കാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സദാചാരബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വ്യഭിചാരം എങ്ങനെ കടന്നു വരാനുള്ള സാധ്യതകളുണ്ടോ അതൊക്കെ ഇസ്ലാം അടച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതൊരിക്കലും തുറക്കാൻ പാടില്ല. തുറന്നിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇസ്ലാം നിശ്ചയിച്ച ഈ നിയമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം.
ഒരു അന്യപുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മതയോടുകൂടി പാലിക്കണം. അതുകൊണ്ട് ഇസ്ലാം നിശ്ചയിച്ചു വ്യഭിചാരം അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് ഒരാളും പോകാൻ പാടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നിക്കാഹ് എന്ന് പറഞ്ഞ ബലിഷ്ഠമായ ഒരു കരാറ്, നിക്കാഹിന്റെ ലക്ഷ്യമായി എന്താണ്? അഹ്സനുൽ ഫർജ്, നിങ്ങളുടെ ഗുഹ്യാവയവത്തിനുള്ള സംരക്ഷണമാണ്. പലരും ഇസ്ലാമിന്റെ ബഹുഭാര്യത്വത്തെ എന്താണ് വിമർശിക്കാറില്ലേ? എന്നാൽ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വിവാഹം കഴിച്ച് തോന്നിയ പോലെ വിവാഹം കഴിക്കാനല്ല. ചില മനുഷ്യന്മാർ, ചില ആളുകൾക്ക് വൈകാരികമായ ഭാവം കൂടുതലായിരിക്കും. ചിലർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയോ, ചിലർ താമസിക്കുന്ന പ്രദേശത്തിന്റെയോ, ചിലർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭൂപ്രകൃതിയുടെ വ്യത്യാസം അനുസരിച്ചെന്താണ് ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അത് കൂടുതലായിരിക്കും ചില ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ. അപ്പൊ ഒരുപക്ഷെ ചിലപ്പോൾ അവർക്ക് ഒന്നിലധികം വിവാഹം കഴിക്കേണ്ട സാഹചര്യം വന്നേക്കാം. അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ അവരെ അനുവദിക്കുന്ന അത്തരത്തിലുള്ള വേളയിൽ ഒരാൾക്ക് അനുവദിക്കുന്ന ഒരു സംഗതിയാണ് ഒന്നിലധികം വിവാഹം കഴിക്കുക. അതുപോലും നിശ്ചയിച്ചെന്താണ്? വ്യഭിചാരത്തിലേക്ക് ഒരു മനുഷ്യൻ പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ്. അത്രത്തോളം ഇസ്ലാം ഈ വിഷയത്തിൽ കണിശത പുലർത്തുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള വരും ആഴ്ചകളിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും എടുത്തുകൊണ്ട് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബസമേതം പള്ളിയിലേക്ക് എത്തിയത് കേൾക്കുകയും ജീവിതത്തിൽ അത് പാലിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വൈവാഹിക രംഗത്ത്, കുടുംബജീവിതത്തിന്റെ രംഗത്ത് ഇസ്ലാമികമായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് സദാചാരബോധത്തോട് ജീവിക്കുന്ന ഒരു തലമുറയാക്കി നമ്മളെ എല്ലാവരും മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أيها الإخوان والأخوات، أوصيكم عباد الله ثانيا بتقوى الله. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഇസ്ലാം സാമൂഹികമായ ബന്ധങ്ങൾക്കും മറ്റുള്ളവരെ സഹായിക്കുക എന്ന കാര്യത്തിനും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഊൻ എന്ന് പറയുന്ന അധ്യായത്തിൽ നമസ്കാരക്കാർക്കാകുന്ന നാശം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഒന്ന്, അങ്ങനെയുള്ള നമസ്കാരം കൊണ്ട് ഒരു മാറ്റവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മറ്റുള്ളവർ കാണാൻ വേണ്ടിയായിരിക്കും അവർ നമസ്കരിക്കുക. അവസാനമായി പറഞ്ഞത് വയംനഊന അൽ-മാഊൻ, പരോപകാര വസ്തുക്കളെ തടയുന്നവരായിരിക്കും അവർ. അവരാണ് ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ. ഇതിന്റെ തുടക്കത്തിൽ പറയുന്ന അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക അല്ലദീ യദഉ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. മതത്തെ വ്യാജമാക്കിയവർ നീ കണ്ടുവോ? പാവങ്ങളുടെ ഭക്ഷണത്തിനെ പ്രോത്സാഹിപ്പിക്കാത്തവനാകുന്നു അവൻ, അനാഥകളെ പുറന്തള്ളുന്നവനാകുന്നു അവൻ എന്നാണ്. അപ്പൊ പള്ളിയിൽ വന്ന് നമസ്കരിച്ചത് മാത്രം കൊണ്ട് ഒരാളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. മറിച്ച് പാവങ്ങളായ ആളുകൾ, കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എങ്കിൽ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുകൂടി നമുക്കുണ്ടാകണം. അവർക്ക് എന്തെങ്കിലും ഒരു ഞെരുക്കം, ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിയാവുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം. ഇനി സഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. പ്രോത്സാഹിപ്പിക്കാത്തവരാണ് മതത്തെ വ്യാജമാക്കുന്നവരെന്നവരാണ്. പാവങ്ങളുടെ ഭക്ഷണത്തിന് പ്രോത്സാഹിപ്പിക്കാത്തവർ എന്താണ്? ആരിൽപ്പെട്ടവരാണ്? മതത്തെ വ്യാജമാക്കുന്നവരിൽപ്പെട്ടവരാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നല്ല സമ്പന്നനാണെന്ന് തോന്നും. ചിലപ്പോൾ വണ്ടി ഉണ്ടാവും, ചിലപ്പോൾ നല്ല വീടുണ്ടാവും. പക്ഷെ അവൻ പട്ടിണിയിലും പരിവട്ടത്തിലായിരിക്കും, കച്ചവടമൊക്കെ പൊട്ടി നഷ്ടപ്പെട്ടു നിൽക്കായിരിക്കും. അവന്റെ കാര്യം നമുക്കറിയാമെങ്കിൽ ആരെങ്കിലും അവന് അന്വേഷണത്തിൽ സഹായം നൽകാൻ വേണ്ടി വന്നാൽ അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. അവന് കൊടുക്കരുത്. അവന് വണ്ടിയുടെ വാഹനം എല്ലാണ്ട്
നിൽക്കരുത്. ഫക്കീർ എന്ന് പറഞ്ഞാൽ 10, 15, 100, 50 കൊടുത്ത് അവരതുകൊണ്ട് പോകും. മിസ്കിൻ അങ്ങനെയല്ല. അതുകൊണ്ട് മിസ്കീനായ ആളുകളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. അതുകൊണ്ട് ഈലാഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ പള്ളിയുമായി കേന്ദ്രീകരിച്ച് ISMുമായി കേന്ദ്രീകരിച്ചുണ്ട്. അത് പാവങ്ങളായ ആളുകൾ ഭക്ഷണം നൽകാൻ, വസ്ത്രം നൽകാൻ, പെരുന്നാളൊക്കെ വരുമ്പോൾ പുതുവസ്ത്രം നൽകാനും ഒക്കെ ഉള്ള ഒരു സംവിധാനമാണ്. അപ്പൊ ആ സംവിധാനത്തിന്റെ കീഴിൽ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം സജീവമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് ഉദ്ദേശിക്കപ്പെട്ട ആളുകൾ, അതിന്റെ പ്രവർത്തകർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക. കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംഗതികളാണെങ്കിൽ നമുക്ക് കഴിയാവുന്ന ഒരാളുടെ ഭക്ഷണം ഞാൻ ഏൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പൈസ അതിന്റെ പ്രവർത്തകരെ ഏൽപ്പിക്കുക. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അത് വലിയ ഗൗരവമുള്ള സംഗതിയായി നമ്മൾ മനസ്സിലാക്കുക.